ഈ വാരം നമുക്ക് എഴുത്ത് വന്നിരിക്കുന്നത് ചന്ദ്രാനഗറിൽ നിന്നും തേജസ് രാജാണ് എഴുത്തയച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ജൂൾസിനെ നമസ്കാരം. എൻ്റെ മകൻ്റെ ജാതകമാണിത്. ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. വിവാഹത്തിന് എന്തെങ്കിലും തടസ്സം ജാതകത്തിൽ കാണുന്നുണ്ടോ? എപ്പോഴാണ് വിവാഹത്തിന് യോഗമുള്ളത്? ഇപ്പോൾ വിവാഹം നടക്കുന്നത് കൊണ്ട് വല്ല ദോഷവുമുണ്ടോ? വിവാഹം നടക്കാനായിട്ട് എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ നടത്തേണ്ടതായുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ ഉപകാരമായിരിക്കും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഈ കത്തിന് വേഗത്തിൽ മറുപടി ഉണ്ടാകും എന്നുള്ളതായിരിക്കും ശുഭപ്രതീക്ഷയോടെ എന്ന് പറഞ്ഞിട്ടാണ് എഴുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്. 1159 മീനമാസം 16-ാം തീയതി വ്യാഴാഴ്ച ഉദയാൽപരം 17:57 വിനാഴികയ്ക്ക് ചതയം നക്ഷത്രം 2-ാം പാദത്തിലായിട്ടാണ് ജനനം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജാതകപ്രകാരം 32 വയസ്സ് കഴിഞ്ഞു ജാതകവശാല്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായ ദശാകാലം വന്നിട്ട് ജാതകവശാല് ശനിദശാകാലാണ് 2012 ഡിസംബർ മാസം 14-ാം തീയതി മുതൽക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 2031 ഡിസംബർ മാസം 15-ാം തീയതി വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ ശനിദശയായിട്ടാണ് പറയുക. ശനിദശാകാലം തുലാരാശിയിൽ നിൽക്കുന്ന ഉച്ചരാശിയിൽ നിൽക്കുന്ന ശനിയാണ്. ഇപ്പോൾ ശനിദശയിൽ ബുധൻ്റേതായിരിക്കുന്ന അപഹാരമാണ്. 2015 ഡിസംബർ മാസം 18-ാം തീയതി മുതൽക്കായിട്ട് ബുധാപഹാരം തുടങ്ങിയിട്ടുണ്ട്. ശനി ദശയിലുള്ളതായിരിക്കുന്ന ബുധൻ്റേതായിരിക്കുന്ന അപഹാര കാലഘട്ടം കല്യാണപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ശ്രേയസ്സായിട്ടുള്ളൊരു പീരീഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശനിയും നിൽക്കുന്ന രാശിയിൽ നിന്നും 7-ാം രാശിയിലായിട്ട് നിൽക്കുന്നതായിരിക്കുന്ന ബുധനാണ് വിവാഹത്തിന് അനുകൂലപ്രധാനമാണ്. എങ്കിൽ കൂടിയിട്ട് ലഗ്നാൽ 3-ൻ്റെയും 12-ൻ്റെയും ആധിപത്യം സിദ്ധിച്ച ബുധന് പാപത്വം കൂടിയിട്ട് ചെറുതായിട്ട് കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിലെ വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് യോഗമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയാം. ഇതുവരെ ശനിദശയിൽ ശനിയുടെ അപഹാര കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് കല്യാണപരമായിരിക്കുന്ന കാര്യത്തിൽ ചെറിയൊരു വിഷമതകളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും കഴിഞ്ഞ ഡിസംബർ മാസം മുതലൊക്കെ ഈ ഓഗസ്റ്റ് മാസം വരെയുള്ളൊരു സമയവും കല്യാണത്തിന് അനുകൂലമായിട്ടുള്ള പീരീഡായിരുന്നു. ചാരവശാല 7-ാം ഭാവത്തിൽ വ്യാഴസഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിൽ അനുകൂലമായിരുന്നു. എന്നിട്ടും ആ സമയത്തിൽ വിവാഹം നടന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത പൊതുവേ കാണുന്നുണ്ട്. ദേവീക്ഷേത്രത്തിലെ സ്വയംവരം എന്നുള്ളതായിരിക്കുന്ന മന്ത്രം 7 വെള്ളിയാഴ്ച ദിവസം തുടർച്ചയായിട്ട് സ്വയംവര മന്ത്രം ചെയ്യുന്നത് നല്ലതാണ്. ഉമാമഹേശ്വര പൂജ ചെയ്യിക്കുന്നതും ഗുണം ചെയ്യും. ഇപ്പോൾ 7-ാം ഭാവത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ശനിയുടെ ദശാകാലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനീശ്വര പ്രീതി കൂടി വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ശനീശ്വരന് യഥാവിധി വഴിപാടുകൾ നടത്തുന്നതും ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപഹാരാധിപനായിരിക്കുന്ന ബുധപ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും അനുകൂലമാണ്. എന്തായാലും ഇപ്പോൾ കല്യാണപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഷ്ടമവ്യാഴം എന്നുള്ള ചെറിയൊരു സമയദോഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പനെ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറയാം. കർമ്മപരമായിരിക്കുന്ന കാര്യത്തിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽപരമായിരിക്കുന്ന കാര്യത്തിലും കുറച്ചൊരു ക്ലേശങ്ങൾക്കുള്ളൊരു സാധ്യതയുണ്ട്. 2017 ജനുവരി മാസം വരേക്കുള്ള ഒരു കാലഘട്ടം കണ്ടകശിനി കാലഘട്ടം കൂടിയിട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്തിൽ ഇത്തിരി വിഷമതകൾക്കും മറ്റും സാധ്യത കാണുന്നുണ്ട്. കല്യാണത്തിന് പക്ഷെ അതൊരു തടസ്സമായിട്ട് സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ അടുപ്പിച്ച് 7 വെള്ളിയാഴ്ച ദിവസം തുടർച്ചയായിട്ട് സ്വയംവര പുഷ്പാഞ്ജലി നടത്താനുള്ളതായിരിക്കുന്ന ഒരു കാര്യം പൊതുവെ പ്രധാനമായിട്ടും ചെയ്യുന്നത് നന്നായിരിക്കും. പറ്റുമെങ്കിൽ സ്വയംവര യന്ത്രം ഏലസിലാക്കി ധരിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ജാതകത്തിലെ യോഗ ഉണ്ടായിട്ടും അതിന് പൊതുവേ വൈകുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് ഒരു ഉത്തമനായിട്ടുള്ളൊരു ദൈവജ്ഞനെ നേരിൽ കണ്ട് പ്രശ്നം വെപ്പിച്ചതിന് ശേഷം കുടുംബപരമായി മറ്റു വല്ല രീതിയിലായിരിക്കുന്ന ദോഷങ്ങളുണ്ടോ എന്നുകൂടി അറിയുന്നത് ഗുണം ചെയ്യുന്നതാണ് പറയാം. ജാതകവശാൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ളതായിരിക്കുന്ന സമയം തന്നെയാണ്. പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും പൊതുവെ കാണുന്നില്ല.